ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെയെല്ലാം അധിപനായി മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവനെ പോലുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരുളി ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വയെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ അരുണിനെയും മരിയെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ, ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന്റെ കാവൽക്കാരനായ മാറിയവസേപ്പെ, ദൈവമാതാവായ പരിശുദ്ധ കന്യാ മറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാകുവാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകുവാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണമായിരിക്കുന്ന വിശുദ്ധരെ, കാവൽ മാലാകമാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. ആമീൻ. ശേഷം 2-ാം അധ്യായം. കാനായിലെ വിവാഹ വിരുന്ന്. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്നവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്നെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഇതിനുശേഷം അവൻ തന്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടെ കഫർനാമിലേക്ക് പോയി. അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു. സമാധാനം പ്രത്യാശ എപ്പോഴും നീക്കും. അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നത്തെ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾക്ക് ശിക്ഷനോട് ഞങ്ങൾ ശിക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ ക്ഷമിക്കണമേ. രക്ഷിക്കണമേ. ആമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ.
സൃഷ്ടിജാലങ്ങളുടെ എല്ലാ അധിപനായി മനുഷ്യനെ ഉയർത്തി അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല, അവനെ പോലുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നെ അരുളി ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വയെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാൻ പോകുന്ന ഞങ്ങളുടെ മരിയെയും അരുണിനെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ ഇവരങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുകുടുംബത്തിലെ കാവൽക്കാരനായ മാർ യോസേപ്പ്, ദേവമാതാവ് പരിശുദ്ധ കന്യാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാകുവാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണമായിരിക്കുന്ന വിശുദ്ധരെ കാവൽമാലാഖമാരെ ഇവരെ വിശുദ്ധരും സുരക്ഷിതമായി കാത്തോളണമേ. ആമേൻ. പരിശുദ്ധമ്മയുടെ മധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. Not tryna be in there, not tryna be cool, just tryna be in this. Tell me how you do. Can you feel where the wind is? Can you feel it through all of the windows inside this room? 'Cause I wanna touch you, baby, and I wanna feel you too. I wanna see the sunrise and your sins, just me and you. Light it up on the run. Let's make love tonight. Make it up, fall in love twice. But you never be alone. I'll be with you from dusk till dawn. I'll be with you from dusk till dawn. Baby, I'm right here. I want you when things go wrong. I'll be with you from dusk till dawn. I'll be with you from dusk till dawn. Baby, I'm right here. I'll be with you from dusk till dawn. Baby, I'm right here. We were shut like a jacket, so do yours. We would roll down the rapids to find a wave that fits. Can you feel where the wind is? Can you feel it through all of the windows inside this room? 'Cause I wanna touch you, baby, I wanna feel you too. I wanna see the sunrise and your sins, just me and you. Light it up on the run. Let's make love tonight. Make it up, fall in love twice. സ്നേഹമുള്ളവരെ, ഒത്തിരി സന്തോഷത്തോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളായിരിക്കുകയാണ്. ഈ തിരുക്കർമ്മങ്ങളിലേക്ക് എല്ലാവരെയും പ്രത്യേകിച്ച് ഇന്ന് തമ്പുരാന്റെ കൃപയാൽ നിറഞ്ഞ്
വിവാഹ സ്വീകരിക്കുവാനായി വന്നിരിക്കുന്ന അരുണിനെയും മരിയയെയും അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട അരുൺ, മരിയ, നിങ്ങൾ ആരംഭിക്കുന്ന ഈ ജീവിതം ദൈവികമായ ജീവിതമാണ്, ദൈവികമായ ഉത്തരവാദിത്വമാണ്. അതിനാവശ്യമായ കൃപ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും നിങ്ങളെ അനുഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ദേവാലയത്തിലായിരിക്കുന്ന ഈ നിമിഷം നമുക്ക് ദൈവത്തോട് നന്ദി പറയുകയും ഈ മക്കളെ ദൈവത്തിന്റെ കാര്യങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അവരാരംഭിക്കുന്ന കുടുംബ ജീവിതം ദൈവത്തിന്റെ കൃപയാൽ പറഞ്ഞ് ദൈവസ്നേഹം അനുഭവിച്ച് പങ്കുവെച്ച് നല്ല ഒരു കുടുംബമായി തീരാൻ, നമുക്കത് കണ്ട് സന്തോഷിക്കാൻ, അഭിമാനിക്കാൻ ഇടയാകത്തക്ക വിധം ഒരു കുടുംബജീവിതം രൂപം കൊടുക്കുവാൻ, ഈ മക്കൾക്ക് ഇടയാകുവാൻ അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തിയോടെ ഈ തിരുക്രമങ്ങൾ നമുക്ക് പങ്കുചേരാം. ഇന്നത്തെ ഈ തിരുക്രമങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കുവാനുള്ള സന്നിഹിതരായിരിക്കുന്നത് ബഹുമാൻ വിൻസെന്റ് സഭയിലെ ബഹുമാനപ്പെട്ട വൈദികരാണ്. ബഹുമാനപ്പെട്ട ഫിലിപ്പച്ചൻ, കളത്തിലച്ചൻ, പുനശ്ശേരി അച്ഛൻ, ജോർജച്ചൻ. നമുക്കറിയാം അരുണിന്റെ അപ്പച്ചൻ പരീക്ഷയുടെ ഡിവൈൻ സെന്ററിലെ ഒരു സേവനം ചെയ്യുകയാണ്. വളരെ സുദൃഢമായ രീതിയിൽ അനേക വർഷങ്ങളായി പരീക്ഷ ചെയ്യുന്ന സേവനത്തിനോടുള്ള ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ നന്ദിയും സ്നേഹവുമാണ് അവരുടെ സാന്നിധ്യത്തിലൂടെ. അവരോടൊപ്പം അവരെ പ്രിയപ്പെട്ട അച്ഛന്മാരെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഏറ്റവും ഭക്തിയോടുകൂടെ ഈ തിരുക്രമങ്ങൾ പങ്കുചേരാം. Thank you.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. Hallelujah.
സ്വഭാവം അവരെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായിട്ട് സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഏറ്റവും സ്നേഹമുള്ള വധുവരന്മാർ അരുൺ, മരിയ, അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ബന്ധുമിത്രാദികളെ, പ്രിയപ്പെട്ട അച്ഛന്മാരെ, ആദ്യമേ തന്നെ ഈ സുദിനത്തിൻ്റെ മംഗളങ്ങളും ആശംസകളും പ്രാർത്ഥനകളും ഞങ്ങൾ നേരുകയാണ്. വിവാഹമെന്ന കൂർമ്മശ വഴി ഒരു പുതിയ ജീവിതത്തിലേക്ക് നിങ്ങൾ ഇന്ന് കാലുകുത്തുകയും വിവാഹം ഒരു കൂർമ്മശയാണ്. അതുകൊണ്ട് തന്നെ കൗതാശികമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഈ കൂതാശ സ്വീകരണത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു. ഈ കൂതാശ സ്വീകരിക്കുന്നത്, ഈ കൂതാശയുടെ അന്തസ്സത്ത എന്ന് പറയുന്നത് സ്നേഹമാണ് എന്ന് നമുക്കറിയാം. സ്നേഹിക്കാനുള്ള വിളിയാണ് വിവാഹമെന്ന കൂതാശ. ഈ സ്നേഹിക്കാനുള്ള അനുഗ്രഹം, കൗതാശികമായിട്ടുള്ള അനുഗ്രഹം ഈ കൂതാശ സ്വീകരണത്തിലൂടെ ദൈവം നിങ്ങൾക്ക് നൽകുന്നുണ്ട്. നിങ്ങൾ ഇതിനെ എങ്ങനെ സ്നേഹിക്കണം എന്ന് ചോദിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈശോ ഇപ്രകാരം പറയുന്നു, ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് തരുന്നു, ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. ഈശോ തരുന്ന പുതിയ കൽപ്പനയല്ല, ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. അപ്പോ നിങ്ങൾ സ്നേഹം പഠിക്കേണ്ടത് എവിടെ നിന്നാണ്? ഈ കുരിശിൽ നിന്ന്. കർത്താവ് ഈശോയുടെ കുരിശിൽ നിന്നാണ് എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്ന് പഠിക്കേണ്ടത്. കർത്താവ് ഈശോ ആ കുരിശിൽ തൂങ്ങിയാടിക്കൊണ്ട് ഇന്നും നമ്മളോട് പറയുന്നത് ഒന്നും മാറ്റി വയ്ക്കാതെ മുഴുവനും പങ്കുവെച്ചുകൊണ്ട് സ്നേഹിക്കും. അങ്ങനെ സ്നേഹിക്കാനുള്ള വിളിയാണ് വിവാഹമെന്ന കൂതാശ വഴി ഏറ്റെടുക്കുന്നത്. ഇന്ന് നിങ്ങൾ പരസ്പരം താലി ചാർത്തും. ആ താലിയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് കുരിശ്. അതിന്റെ അർത്ഥം വിവാഹം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വിശേഷമായി അല്ലെങ്കിൽ വിശുദ്ധമായി വഹിക്കാനുള്ളത്. ഈ കുരിശ് വിശുദ്ധമായി വഹിക്കാനുള്ളത് ജീവിത അവസാനത്തോടെ. അതുകൊണ്ടാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് ഇപ്രകാരം ഒരു ഉപദേശം നൽകുക. A Christian marriage is done not in heaven nor on earth but in purgatory. ക്രിസ്തീയ വിവാഹം നടക്കുന്നത് സ്വർഗത്തിലോ ഭൂമിയിലോ അല്ല, മറിച്ച് ശുദ്ധീകരണ സ്ഥലത്താണ്. അതിന്റെ അർത്ഥം ശുദ്ധീകരണ സ്ഥലത്താണ് വിവാഹം പരികർമ്മം ചെയ്യപ്പെടുന്നത് എന്ന് പറയുന്നതിന്റെ അർത്ഥമില്ല. ശുദ്ധീകരണ സ്ഥലത്ത് നിരന്തരം വിശുദ്ധീകരിക്കും. നിങ്ങൾ പരസ്പരം വിശുദ്ധീകരിച്ചുകൊണ്ടാണ് വിശുദ്ധമായ ഈ കുരിശ് വഹിക്കേണ്ടത്. അപ്പോ ഈ കുരിശ് പരസ്പരം വിശുദ്ധിയോടെ വഹിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ കൂതാശയോട് നിങ്ങൾ സ്വീകരിക്കുന്ന കൗതാശികമായിട്ടുള്ള ദൈവത്തിന്റെ അനുഗ്രഹം എന്നും എപ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ഈ കുരിശ് വഹിക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. ഇനി മറ്റു കാര്യവും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അത് ലോഹിതന്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ റഹൂബേൽ സാറായെ കൈപിടിച്ച് സ്നേഹിക്കുമ്പോൾ പറയുന്നതാണ്, ഇതാ ഞാൻ എന്റെ മകളെ നിന്ന് ഭരമേൽപ്പിക്കുന്നു, അവളെ ദുഃഖിപ്പിക്കരുത്. എന്നിട്ട് അവളോട് പറയും, ഇനി
മാതാപിതാക്കളായിരിക്കണം. ഈ രണ്ട് കാര്യവും നിങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച, ഹൃദയത്തിൽ ഉൾക്കൊണ്ട, ഹൃദയത്തിന്റെ ഭാഷയിൽ അതിനോട് പ്രതികരിച്ച നിങ്ങളുടെ ജീവിതം എന്നും സന്തോഷകരമായിരിക്കും. സ്ത്രീ, നമ്മള് ലേഖനഭാഗത്ത് പഠിച്ചു കേട്ടു, അവിടെ ബലഹീന പാത്രമാണ്. എന്നാൽ സ്ത്രീ ബലഹീന മാത്രമല്ല, മറിച്ച് ബലമുള്ളവർ. കാരണം കൂതാശയിലൂടെ ദൈവം അവരെ ബലപ്പെടുത്തുകയും, നമ്മൾ പറയും വിവാഹ ജീവിതത്തിൽ സ്ത്രീയും പുരുഷനും അവര് തുല്യരാണ്. എന്നാൽ ഞാൻ പറയുന്നത് തുല്യരല്ല. കാരണം ഒരു സ്ത്രീക്ക് സ്നേഹിക്കാനുള്ള ശക്തി എത്രമാത്രം ഉണ്ടോ അത്രയും ശക്തി, അല്ലെങ്കിൽ അത്രയും കഴിവ്, അഗാധമായി സ്നേഹിക്കാൻ, അതുപോലെ സഹനങ്ങൾ ഏറ്റെടുക്കാൻ, വേദനകൾ ഏറ്റെടുക്കാൻ, ശുശ്രൂഷ ചെയ്യാൻ അവർക്കുള്ള കഴിവ് പുരുഷനില്ല. അപ്പോ സ്ത്രീ പുരുഷനേക്കാൾ ഒരുപടി മേലെയാണ് എന്ന് ഞാൻ പറയും. ഈക്വൽ അല്ല, അവൾ ഒരുപടി ഉപരിയാണ്. ഈ ചിന്ത ആരോഗ്യം എല്ലാവർക്കും, എന്നോട് കൂടി എല്ലാവർക്കും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ കുടുംബജീവിതം സന്തോഷകരമായിട്ട് മാറും. അതിനായിട്ട് ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നു. ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ദൈവം നിങ്ങളോടുകൂടെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഒരിക്കൽ കൂടെ വിവാഹ ജീവിതത്തിന്റെ, കുടുംബ ജീവിതത്തിന്റെ ആശംസകളും മംഗളങ്ങളും പ്രാർത്ഥനകളും നടന്നുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വധൂരന്മാർ സന്തോഷത്തോടെ പ്രതീക്ഷയോടും കൂടെ ആരംഭിക്കുന്നു കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ അവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുകർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സാക്ഷികളായിട്ടുള്ളവർ കയറി നിൽക്കുക. ഞാൻ സ്വീകരിക്കുന്നു. സ്വീകരിക്കുന്നു. നിങ്ങൾ തമ്മിലുള്ള ഈ ബന്ധങ്ങളുടെ അടയാളമായി പരസ്പരം ബന്ധകരം ചേർത്ത് പിടിക്കുക. അബ്രഹാമിന്റെയും ഇസ്മായിലിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെയോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു മിശിഹ ഞങ്ങളെ വിവാഹത്താൽ എത്തിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും. കുരിശുമരണം വഴി സഭയെ വധുവായി സ്വീകരിച്ചവരാണ്. വിശ്വാസത്തിലും സ്നേഹത്തിലും മധുവന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ കാലം ആശീർവദിക്കണം. ഐക്യത്തിന്റെ പ്രതീകമായ അഭ്യർത്ഥമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ എത്തിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഉത്തരമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മുദ്രകൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവ് ഈ മന്ത്രം കൂടി ആശീർവദിക്കണം. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണം. നിന്റെ മണവാട്ടിയായ വിശുദ്ധ സഭയെ
സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും. പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും. കുടുംബമാം യാഗവേദിയിൽ ആത്മാർപ്പണം ചെയ്തതുപോലെ അർപ്പണം ചെയ്യാൻ കുടുംബമാകാൻ ഭാവുകം നേരുന്നിതാ, ഭാവുകം നേരുന്നിതാ. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു സഹോദരി, നിങ്ങൾ തലവെച്ച് ആശ്രയം ചെയ്തിരിക്കുകയും മുഴുവൻ ബലിയായണയ്ക്കുവാൻ ഉള്ളിലൊരൾത്താര ഒരുക്കുന്നു ഞാൻ.
ജീവിതം മുഴുവൻ ബലിയായണയ്ക്കുവാൻ ഉള്ളിലൊരൾത്താര ഒരുക്കുന്നു ഞാൻ. കണ്ണുനീർ കാഴ്ചകൾ മാത്രമല്ലീശോ, പൂർണ്ണമായെന്നെ നൽകുന്നു ഞാൻ. കണ്ണുനീർ കാഴ്ചകൾ മാത്രമല്ലീശോ, പൂർണ്ണമായെന്നെ നൽകുന്നു ഞാൻ. ജീവിതം മുഴുവൻ ബലിയായണയ്ക്കുവാൻ ഉള്ളിലൊരൾത്താര ഒരുക്കുന്നു ഞാൻ. അമ്മയാം മേരിയും നിർമ്മല ശ്ലീഹരും അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായ മനുഷ്യനെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളിയാക്കുകയും ചെയ്ത കാരണവാനായ ദൈവം വാഴ്ത്തപ്പെടുന്നവനാകട്ടെ. വിവാഹം എന്ന തമാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകിയ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപ്രദമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യത്തിന് സഹായിക്കാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മറുപടിയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകുകയും ചെയ്യട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ തിരുവിടമേ സ്തുതി. എന്നോട് കൂടി വസിക്കുന്ന ദൈവമേ, സത്യസൗന്ദര്യമേ, നീയാണെനിക്കുള്ള മാർഗ്ഗവും ദീപവും എത്തേണ്ടതായുള്ളോരിടവും. നീയാണെനിക്കുള്ള മാർഗ്ഗവും ദീപവും എത്തേണ്ടതായുള്ളോരിടവും. എന്നോട് കൂടി വസിക്കുന്ന ദൈവമേ, സത്യസൗന്ദര്യമേ. നീയല്ലോരാവിന്റെ കൺപോളയിൽ തൊട്ടു സ്നേഹപ്രഭാതം വിടർത്തുന്നു. നീയല്ലോ ശൂന്യാമരങ്ങളിലെത്രയോ താരാഗണങ്ങൾ വരയ്ക്കുന്നു. ദാഹിക്കും നേരത്ത് ജീവജലം നീ, അന്നവും വായുവും നീ.
എന്നോട് കൂടി വസിക്കുന്ന ദൈവമേ സത്യസൗന്ദര്യമേ നീയല്ലോ ഘോരവനാന്തരത്തിൽ പോലും മാടപ്പിറാവിനെ പോറ്റുന്നു. But you'll never be alone. I've been with you from dusk till dawn. I've been with you from dusk till dawn. Baby, I'm hold you when things go wrong. I've been with you from dusk till dawn. I've been with you from dusk till dawn. Baby, I'm right. Go give love to your body. It's only you that can stop it. Go give love to your body. It's only you that can stop it. Go give love to your body. It's only you that can stop it. Go give love to your body. Go give love to your body. But you'll never be alone. I've been with you from dusk till dawn. I've been with you from dusk till dawn. Baby, I'm hold you when things go wrong. I've been with you from dusk till dawn. I've been with you from dusk till dawn. Baby, I'm chasing trails in firelight. I remember that same night we fell in love all over again. In the glow of the moonlight, holding you close. As we know, ഒരു ഒഫീഷ്യൽ ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല. എന്നാലും നമ്മുടെ സുന്ദരനും സുന്ദരമായ അരുൺചേട്ടൻ കോലഞ്ചേരി ഫാമിലിയിലുള്ളതാണ്. Currently working as a senior accountant at Mihara Resorts Karamakudi. അടുത്തതായി നമ്മുടെ സുന്ദരിയും ബ്യൂട്ടിഫുൾ ബ്രൈഡുമായ മരിയ ചേച്ചി belongs to പുതുശ്ശേരി family and currently working at Reserve Bank Karamakudi. As we know, the union of two hearts is not just about the couples, but it's all about their families. അപ്പോൾ നമുക്ക് ഇവരെല്ലാവരുടെയും ഫാമിലിയെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി നമുക്ക് മരിയ ചേച്ചിയുടെ ഫാമിലിയെ വെൽക്കം ചെയ്യാം. മരിയ ചേച്ചിയുടെ സ്വന്തം പപ്പയും മമ്മിയും മിസ്റ്റർ പോൾ പുതുശ്ശേരി ആൻഡ് ഷിബി പോൾ വെൽക്കം ടു ദി സ്റ്റേജ്. അടുത്തതായി നമ്മുടെ അരുൺചേട്ടന്റെ ഫാമിലിയെ ക്ഷണിക്കാം. നമ്മുടെ അരുൺചേട്ടന്റെ ഫാമിലിയെ നമുക്ക് സ്റ്റേജിലേക്ക് വിളിക്കാം. ഞങ്ങളുടെ പ്രിയപ്പെട്ട പപ്പയും മമ്മിയും മിസ്റ്റർ വർഗീസ് കോലഞ്ചേരി ആൻഡ് റോസി വർഗീസ്. അടുത്തതായി അരുൺചേട്ടന്റെ ഒരേ ഒരു പെങ്ങളേ ഉള്ളൂ. അതെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? എന്റെ നാത്തൂനും കൂടിയായ അനുചേച്ചിയെയും എന്റെ സ്വന്തം ചേട്ടനും ജെഫിച്ചേട്ടനെയും ഞാൻ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Beside, felt my heart racing, looking in your eyes. To be young and wild and having no cares. It's so different when love is in the air. I've been missing the most. നമുക്കിനി ഒഫീഷ്യൽ ചടങ്ങിലേക്ക് നടക്കാം. Lighting the lamp. Life is the quality of life and it shows the right direction of the life. പരിശുദ്ധനായ യേശുനാഥന്റെ ദിവ്യ സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട് പിരിതെളിക്കുന്നതായി നമ്മുടെ അരുൺചേട്ടനെ മരിയ ചേച്ചിയും ഒപ്പം അവരുടെ ഫാമിലിയെ ഞാൻ ചോദിക്കുന്നു. We were there, take me back in time. And driving through the clouds and gazing at them stars. It's so beautiful with you.
your smile, all dazed and dreamy-eyed, I fell in love all over again. നമ്മുടെ ന്യൂലി വെഡഡ് കപ്പിൾസ് അരുൺചേനും വലിയ ചേച്ചിയും പുതിയൊരു ജീവിതം തുടങ്ങുമ്പോൾ നമ്മളെല്ലാം ഒരു മധുരം കഴിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഈ കേക്ക് കട്ടിംഗ് സെറമണിയിലേക്ക് നമുക്ക് കടക്കാം. This moment symbolizes not only the couple's first step together, but also their commitment to support and nurture each other in their journey. Let's invite Aruncharan and Marijiji to come forward and cut the cake as they celebrate their love and start off their beautiful future together. Spotting birds and butterflies, losing all our sense of time. Every day was a memory we made. To be young and wild and having no cares, it's so different when love is in the air. I've been missing the moments we were there. Take me back in time, and driving through the clouds and gazing at them stars. It's so beautiful, so beautiful. Now it's a time for the wine toasting ceremony. Wine is the symbol of richness. ഇവിടെ സ്നേഹത്തിന്റെ ലഹരി കൂടി കൂടി വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. So I welcome both of you to perform the wine toasting ceremony. വരനും വധുവിനും വൈൻ കൊടുക്കുന്നതിനായി അനുചേച്ചിയെയും ജെറ്റിച്ചേനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. With you and diving in the sea, when it's just you and me, it's so beautiful. പ്രാർത്ഥനകൾക്കൊണ്ടും ആശംസകളോടും ഈ മംഗളകരമായ കർമ്മത്തിലെ സാക്ഷി വഹിക്കുവാനായി ഇവിടെ ചേർന്നിരിക്കുന്ന ഏവരെയും ഈ ഫാമിലിയുടെ പേരുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. I take this opportunity to thank all the guests who gathered here. So please enjoy the food and have a great time. This is me, Nina, signing off. Thank you. So beautiful with you. Dance through the night, your hand held in mine. You're so beautiful, so beautiful, it's true. When the sun paints the sky, our hearts intertwined. It's so beautiful, so beautiful with you. So beautiful, so beautiful. When it's you and me. So beautiful, so beautiful, so beautiful. Beautiful, beautiful. When it's just you and me. So beautiful, so beautiful, so beautiful. You're so beautiful.
కొంచెం కూడా స్లోలీ పోగామో క్లాస్ చిల్లింగ్ కాన వల్ల డ్రాప్ చేద్దాలోడయ్యల్ల നെഞ്ച നീ സ്ലോലി പോകാമോ മേത്ത മൊത്തം പാടരണ പനി പോലെ പകരും ഡിസീസ് പ്രേമം അപ്പോ ചൊല്ലില്ലേ ഓ കാക്ക കൊത്തും കരളിന്റെ നടുക്കു ഞാൻ പടക്കുമ്പോ പാട്ട് വെക്കാൻ ഡിജെ ചൊല്ലില്ലേ കരച്ചിലൊക്കെ പിന്നെ മനസ്സിലെ പൂക്കുറ്റി പടക്കങ്ങൾ അമരണനേ കല്യാണം is a beautiful day.
सोनी रूप तेरा मस्ताना लगता रे, ओ रब्बा मेरे मस्त नैन दीवाना करता रे। मन्नो सोनी रूप तेरा मस्ताना लगता रे, ओ रब्बा मेरे मस्त नैन दीवाना करता रे। सजने दुल्हन तो प्यार कितनी सलोनी रे, तेरे बिन जीने लगता रे। പല നാളായി പൊന്നെ നിന്നെ കാണുമ്പോഴെല്ലാം പറയാതെ നെഞ്ചിലൊളിച്ചില്ലേ। ओ माही वे तू ना शर्माना रे, अखियां तेरे ये क्यों कतराए रे। പറയാമെല്ലാം പൊടിപൂരം നാളാണേ, അവനെ കണ്ടാ കണി വെച്ചതുപോലാണേ। ഓ മഹിയാ ആജാ തേരാ യേ मन रे, अगला ये साजन हो जाना तू तेरे संगी रे। മണിമാറൻ മന്ദിര നീയും പോരില്ലേ, കുടമുല്ലപ്പൂവേ വന്ദാരാജ്യമനം പഠിച്ചേരില്ലേ। ഇത് മണ്ണോ നിന്നോ ചേരും മാംഗല്യം, അത് വേളി പെണ്ണെ നിന്നോ പൊന്നോ ചൂടും മാംഗല്യം। ഹോ ഒരു ചെറുതിര ഇളകിയ പോലൻ കരളിലും ആയിരം ആശകൾ, കരിമിഴികളിൽ എഴുതിയ കനവിൽ വിരിയുകയാണ് അനുരാഗവും। ഈ രാവിൽ ഞാനും ചേരുകയല്ലേ, പോരൂ നീയും നീലനിലാവേ, നിറഞ്ഞേ വാഴൂരെല്ലാം। ആജാ മാഹിയാ ओ महिया आजा तेरा ये मन रे, अगला ये साजन हो जाना तू तेरे संगी रे। മണിമാറൻ മന്ദിര നീയും പോരില്ലേ, മുല്ലപ്പൂവേ മംഗളവാദ്യമനം പഠിച്ചേരില്ലേ। കളിശിരികളിൽ അരമണയിളകും നേരം, നാം ഒന്നായി ആടും നേരം, ആകാശങ്ങൾ നീ തേടൂ മോഹമേ। ചുവട്ടുകളിലത് ചടുലതയേറും താളം, നാടൊന്നായി മൂളും ഗാനം, താഴം പൂക്കൾ നീ ചൂടൂ തെന്നലേ। ഇത് പുതുമഴ കുളിരല മീനുകളി കരളിൽ കതിരുകൾ വിരിയണ കാലം, ഇരു മനസ്സുകൾ ഒരു വഴി ഒഴുകണം ഇനി ഇത് പുതിയൊരു സംഗീതം। ഇത് പുതുമഴ കുളിരല മീനുകളി കരളിൽ കതിരുകൾ വിരിയണ കാലം, ഇരു മനസ്സുകൾ അരുവികൾ ഇതുവഴി വരുമിനി ആജാ സോണിയേ, മേരെ സംഗ് ജീനാ ആജാ സോണിയേ। ഹായ് ओ महिया आजा तेरा ये मन रे, अगला ये साजन हो जाना तू तेरे संगी रे। നാമത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സുഖവല്ല ഭൂമിയിലുമാകണമേ। ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു। പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സുവിശേഷം. മണവാളിനെ എതിരേൽക്കാൻ വിളക്കുകളുമായി പുറപ്പെട്ട 10 കന്യകൾക്ക് സാദൃശ്യമാകുന്ന സ്വർഗരാജ്യം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകമതികളുമായിരുന്നു. വിവേകശൂന്യർ വിളക്കുകൾ കൊണ്ടുപോയി, എന്നാൽ എണ്ണ എടുത്തിരുന്നില്ല. വിവേകവതികൾ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുക്കുമായിരുന്നു. മണവാളൻ വരാൻ വൈകി. ഉറക്കം വരികയാൽ എല്ലാവരും ഉറങ്ങിപ്പോയി. പാതിരാവിൽ ഒരു ആർപ്പുവിളി കേട്ടു, ഇതാ മണവാളൻ വരുന്നു, പുറത്തു വന്ന അദ്ദേഹത്തെ എതിരേൽക്കുവിൻ. കന്യകമാരെല്ലാവരും ഉണർന്നെണീറ്റ് വിളക്കുകൾ ഒരുങ്ങുന്നവർ അദ്ദേഹത്തോടൊപ്പം
മാംഗല്യാഘോഷങ്ങൾക്കായി അകത്ത് പ്രവേശിച്ചു. നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ കർത്താവേ ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കുടുംബജീവിതം ആരംഭിക്കുന്ന ഈ നവദമ്പതികളെ സന്തോഷവും സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ നല്ല ആഗ്രഹങ്ങൾ സഫലമാക്കണമെന്നും ഉത്തമ സന്താനങ്ങൾ നൽകി ഇവരെ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വസ്തരായ ധാരാളം ഉത്തരങ്ങൾ നൽകണമെന്നും സൗഭാഗ്യത്തിൽ ഇവരെ പുലർത്തണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, വിവാഹം എന്ന കൂദാശയിൽ ഞങ്ങളെ ഒന്നാക്കിയതിന് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇനി ഞങ്ങൾ രണ്ടല്ല ഒന്നാണ് എന്ന അവബോധം ഞങ്ങളിൽ സദാ വളർത്തണമേ. ഞങ്ങൾ അന്യോന്യം സമർപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും പോരായ്മകൾ ക്ഷമിച്ചും സഹിച്ചും വരുവാനും പരസ്പര ധാരണയിലും ഐക്യത്തിലും ജീവിക്കുവാനും അന്ത്യം വരെ വിശ്വസ്തരായി വ്യാപരിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ആഗ്രഹത്തെ സഫലമാക്കണമേ. ഞങ്ങളുടെ ജീവിതാന്ത്യത്തിൽ അങ്ങേ നേരിൽ കണ്ടാനന്ദിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾ പ്രദാനം ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ഈശോയുടെ ഹൃദയമേ, ഈ കുടുംബത്തെയും ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് സൃഷ്ടിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളെ ആരെങ്കിലും അങ്ങേ ഉപദ്രവിക്കേണ്ടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നടന്നിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. മരിച്ചുപോയ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. അങ്ങേ കണ്ടാനന്ദിക്കുവാൻ സ്വർഗ്ഗത്തിലെത്തുന്നവരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. മലയത്തിന്റെ ഹൃദയവും മാറിയോസിന്റെ പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിന്റെ സജീവ സ്മരണ ഞങ്ങളെ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ ഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മലയത്തിന്റെ ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാർഗരീത്ത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും ദയുള്ള മാതാവേ, സത്യത്തിലൂടെ വന്ന് നിന്റെ സഹായം അപേക്ഷിച്ചവരിൽ ഒരു ഉപേക്ഷിതായി കേട്ടില്ലെന്ന് ഓർക്കണമേ. കന്യക രാജ്ഞിയെ ദയുള്ള മാതാവേ, വിശ്വാസത്തിൽപ്പെട്ട് നിന്റെ തൃപ്പാദം ഞങ്ങൾ അണയുന്നു. പാപിയായ ഞാൻ എന്റെ ആദ്യകാലത്തോണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. ആദരിച്ചതിന്റെ മാതാവേ, ഞങ്ങളുടെ അപേക്ഷ കേട്ടേ.